ജാസിം ഭായ്, കൺസ്ട്രക്ഷൻ മേഖലയിലെ പറ്റിക്കലുകളും പറ്റിക്കപ്പെടലുകളും നമ്മൾ എന്തെന്നായാലും എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ ചാനലിലൂടെ ഇടാൻ തീരുമാനിച്ചിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ അത്രത്തോളം റെസ്പോൺസ് ആയിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റിയാണ്. ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു സംഭവം അനുഭവമോ അല്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും അല്ലേ, എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് വരുന്ന പ്രവാസികൾക്കാണ് പാവങ്ങൾ പച്ചയ്ക്ക് പറ്റിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ആഴ്ച ഇതുപോലെ പറ്റിക്കാൻ നിൽക്കണവരെ സൂക്ഷിച്ചോളി, നിങ്ങൾ ചതിക്കപ്പെടാൻ പോവാണ് എന്ന് ഓരോരുത്തർക്കും കൊടുക്കാവുന്ന മെസ്സേജ് എന്താണ്? നമുക്ക് നമ്മുടെ കോഴിക്കോട് അടുത്ത് ഓമശ്ശേരിയിൽ ഇതുപോലെ ഒരു കേസ് ഉണ്ടായി. ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെർമിറ്റ് എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ട് തരത്തിലുള്ള പെർമിറ്റ് ഉണ്ട്. ഒന്ന് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ട്, രണ്ടാമത് KSEBയുടെ പെർമിറ്റ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, എന്നാൽ തീരെ ശ്രദ്ധിക്കാത്തതും. പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ പെർമിറ്റ് എടുക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് ശരിയാക്കാം, അത് അവൻ നമ്മുടെ ആളുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഒരു പ്രവാസിനെ പച്ചക്ക് പറ്റിച്ച ഒരു സംഗതി. ഇതൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആളുകളോട് പറയെങ്കിലും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് ഒരുപാട് ആളുകൾക്ക് എത്തിക്കാൻ കഴിയും. ഇനി ഒരാളും ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ആക്ച്വലി സംഭവിച്ചത് എന്താ വെച്ചാൽ ഇലക്ട്രിക്കൽ പെർമിറ്റ് എടുക്കാത്തതിന്റെ പേരിൽ വർക്കെല്ലാം തുടങ്ങി, വർക്കെല്ലാം നടന്നു. ഈ നടക്കുന്ന സമയത്ത് KSEB സാധാരണ രീതിയിൽ നമ്മൾ ഡൊമസ്റ്റിക് താരിഫ് അഥവാ ഗൃഹ ഉപയോഗത്തിനുള്ള താരിഫ് ഫീസ് അല്ല, കറണ്ട് ബില്ലല്ല, നമ്മളൊരു കൊമേഴ്ഷ്യൽ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. എന്താണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴുള്ള ഈ ഒരു സാധാ കണക്ഷനുമായിട്ടുള്ള വ്യത്യാസം എന്താ വരുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സബ്സിഡി ഉണ്ട്. അപ്പോൾ ശരിക്കും ഗവൺമെന്റ് ഫീസ് അടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഗൃഹ ഉപഭോക്താക്കൾക്ക് അത് ഫീസ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ആവുമ്പോൾ വലിയ മെഷീനറികൾ, ഹെവി എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഈ ഒരു റിഡക്ഷൻ കിട്ടില്ല. സ്വാഭാവികമായിട്ടും സാധാരണ അവരുടെ കറണ്ട് ബില്ലേറെ കുറച്ചും കൂടി കൂടുതൽ വരും, കുറച്ച് കൂടുതൽ വരും. പ്രത്യേകിച്ച് പൈസ കൂടുതൽ കൊടുക്കണാകുമ്പോൾ അതെ. പക്ഷെ ഇവിടെ എന്താ വെച്ചാല് ഈ ഒരു വീട്ടുടമസ്ഥൻ പറഞ്ഞു നമുക്ക് എല്ലാം പെർമിറ്റ് എടുത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഇലക്ട്രീഷ്യൻ അവർ ഗൈഡ് ചെയ്ത് എന്താ വെച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ആരും ഇങ്ങനെ ചെയ്തിട്ടൊന്നും അല്ല ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് പണി അങ്ങോട്ട് തുടങ്ങി. അതൊന്നും പ്രശ്നമില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു തറവാടിന്റെ അടുത്ത് തന്നെയാണ് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അവര് പറയാം അതെ ആ കറണ്ട് ബില്ലും ഞാൻ അടക്കണ്, ഇത് ഞാൻ അടക്കണ്, പിന്നെ എന്തിനപ്പോ ഒന്ന് വേറെ ഇതാക്കണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും. ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാല് ആദ്യം ഇലക്ട്രീഷ്യൻ അത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വർക്കെല്ലാം സ്റ്റാർട്ടായി. ഇലക്ട്രിക്കലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്കൊരു തറ കെട്ടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്ല് വെച്ച് പടുക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും ഇത് എവിടെ എത്ര കോസ്റ്റ് എന്നുള്ളത്. ഇലക്ട്രിക്കൽ നമുക്ക് അത്ര പെട്ടെന്ന് ഇതിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്ര വയർ വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. വയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനാണ് ഏറ്റവും വില ഉള്ളത്. ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ പണിയെല്ലാം തുടങ്ങി പകുതി സ്റ്റേജിലായി, വയറും സംഗതികളൊക്കെ വാങ്ങി. അപ്പൊ കസ്റ്റമർക്ക് ഒരു സംശയം, ഇതിന് ഇത്ര റേറ്റ് വരുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കടയിലൊന്ന് അന്വേഷിച്ചു, എന്താണ് ഈ വയറിന് ഇത്ര വില സംഗതികൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ അത്രക്കല്ലല്ലോ ബില്ല് ചെയ്ത ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഏകദേശം ഒരു 70,000 രൂപയുടെ ബില്ലിലൊരു ചെറിയ തിരിമറി ഈ കസ്റ്റമർ കണ്ടുപിടിച്ചു. 70,000 രൂപ, വെറും 70,000. അതൊക്കെ ചെറുതാണ്, വലിയ സംഗതികൾ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ ചെറുതാണ്. പക്ഷെ അത് മാൽ പ്രാക്ടീസ്, കൃത്യമായിട്ട് അവരെ പറ്റിക്കുന്ന ഒരു സംഗതി ഉണ്ടായി. ഇത് കസ്റ്റമർ അറിഞ്ഞ സമയത്ത് അവരെ വാൺ ചെയ്തു, ഇത് പറ്റില്ല, നിങ്ങൾ ഇവിടെ വെച്ച് അവരെ സെറ്റിൽ ചെയ്തു. ഈ സെറ്റിൽ ചെയ്ത സമയത്ത് അടുത്ത പണി വേറൊരു പുതിയ ഇലക്ട്രീഷ്യനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. പഴയ ഇലക്ട്രീഷ്യൻ പോയിട്ട് അവിടെ കംപ്ലൈൻറ്റ് കൊടുത്തു, ഇവർ പെർമിറ്റ് എടുത്തിട്ടല്ല ചെയ്യുന്നത്, ഇവർക്ക് പെനാൽറ്റി ഇട്ടോളി എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ കംപ്ലൈൻ്റ് ആണ് കൊടുത്തു. പാവം പ്രവാസി അവരെന്താ വിചാരിച്ച് അവർ ഇവരോട് പറഞ്ഞു പെർമിറ്റ് എടുക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഇലക്ട്രീഷ്യനാണ്, അവർ ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യനാണ് ഇത് എഴുതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വീട്ടുടമസ്ഥന് ചെയ്യാവുന്ന സംഗതിയുള്ളൂ. പക്ഷേ ഇത് ചെയ്യുന്ന ആളും അത് അറിയുന്ന ആളും അത് വേണ്ട, അതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞതാക്കി ഭയങ്കര ഒരു ഹ്യൂജ് പെനാൽറ്റി വരികയാണ് അവിടെ. അപ്പൊ ജാസിം ഭായ്, ചെറിയൊരു താരിഫിന്റെ പേരിലാണ് ആ പ്രവാസിക്ക് ഇത്രയും ഒരു യാതന വന്നത്. വളരെ കുറഞ്ഞൊരു എമൗണ്ട്, അതായത് ഒരാൾ ഒരു ശരാശരി വീട് വെക്കുമ്പോൾ ഒരു 60 ലക്ഷം 70 ലക്ഷം ബഡ്ജറ്റ് കാണുന്നുണ്ട്. അതിലിപ്പോ ഒരു 1000-1500 കറണ്ട് ബില്ല് എക്സ്ട്രാ വന്നാലും എത്രയപ്പോ അതിലൊക്കെ വരുന്നത്. പക്ഷെ അവരുടെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ആളുടെ കേസിൽ വളരെ വിഷമായി, അയാളുടെ ഒരു കരഞ്ഞില്ല എന്നുള്ളതുള്ളൂ. ആ രീതിയിൽ അയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഈ ഒരു 1000-1500 ഫൈൻ അടച്ചതല്ല, എനിക്ക് ഫൈന് വന്നതിൽ സങ്കടമല്ല, പക്ഷെ ഞാനിതൊരു കറണ്ട് കള്ളൻ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു അസാധാരണ സംഗതി ചെയ്തിട്ട് ഒരു കള്ളൻ എന്നുള്ള ഒരു മുദ്ര എനിക്ക് വരുത്തി. അത് ഞാൻ ആൾറെഡി പറഞ്ഞ് ഇവരോടൊക്കെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് കണ്ടപ്പോഴാണ് വിഷമം വന്നതെന്നുള്ളത്. എന്നെ പൈസ പറ്റിച്ചു അത് പോട്ടെ, ആളുകളുടെ ഇടയിൽ ഒരു കള്ളനാക്കി എന്നുള്ളതാണ് അയാൾ വളരെ വിഷമത്തോടെ പറഞ്ഞത്. അപ്പൊ ജാസിം ഭായ്, വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് പറ്റിക്കൽ തുടങ്ങണമെന്നുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ സാരം. അപ്പൊ എന്താ അറിയോ, വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ.
തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് പെർമിറ്റ് വേണം എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ പെർമിറ്റ്, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ KCBയിൽ നിന്നുള്ള ഒരു പെർമിറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ പലരും അതൊക്കെ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ പല ആളുകൾക്കും അറിയില്ല. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ചാൽ ഭീമമായ തുക ഫൈൻ വരും. നമ്മൾ കരുതും 1-2 മാസമല്ലേ, അല്ലെങ്കിൽ 10 ദിവസമായിട്ടല്ലേ പണി, അങ്ങനെയല്ല ഇതിന്റെ കണക്ക്. വർഷങ്ങൾക്ക് മുന്നുള്ള മീറ്റർ റീഡിംഗ് കളക്ട് ചെയ്തിട്ട് അവർ വന്ന് പിടിച്ചാൽ, അതെ, അത് വൺസ് അവരെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വീട് പണിക്ക് തന്നെ നമ്മൾ അവിടുന്ന് ഇവിടുന്നും ഒരു കൂട്ടി ഉണ്ടാക്കി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് നമുക്കൊരു പണി കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സാധാരണ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പുനർനിർമ്മാണമാണെങ്കിൽ വീട്ടുകാരെന്താ വിചാരിക്കുക, ഞങ്ങളെ കറണ്ട് ഉണ്ട്, നമ്മളെ കറണ്ട് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് പല ആളുകൾക്കും ഇത് അറിയില്ല. ഇവിടെയാണ് ഇത് പറ്റിക്കപ്പെടുന്നത്. അപ്പൊ എന്താ അറിയോ, ഈ ഒരു KCBന്റെ പെർമിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബിൽഡിംഗ് പെർമിഷൻ കിട്ടിയതിന് ശേഷം നിർബന്ധമല്ല. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിലേ KCBന്റെ പെർമിറ്റ്, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഈ പ്ലോട്ട് നമ്മുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു റിട്ടേൺ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഇതിനൊരു കൺവേർഷൻ റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പൊ എൻ്റെത് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ ഗൃഹോപയോഗ കാറ്റഗറിയിലാണുള്ളത്. ഇത് കൺവേർട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അവർ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പണിയേ ഉള്ളൂ. പക്ഷെ കിട്ടാൻ പോകുന്ന പണി വലിയൊരു പണിയാണ്. അപ്പൊ ചങ്ങന്മാരെ ഇത്ര പറയാനുള്ളൂ കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യന്മാരെ അടിച്ച് ആക്ഷേപിക്കാനുള്ള പരിപാടികളോ ഒന്നുമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ടാക്സി ഡ്രൈവേഴ്സ് എന്തെങ്കിലും ഒരാൾ ചെയ്താൽ അവരെ മൊത്തം, ആ കമ്മ്യൂണിറ്റീനെ മൊത്തം അടിച്ച് ആക്ഷേപിക്കണ ഒരു പ്രവണത ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രീഷ്യന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇതുപോലുള്ള പണി കൊടുത്തതിൻ്റെ പേരിൽ മൊത്തത്തിൽ ആളുകൾ അങ്ങനെയാണെന്ന് പറയുന്നില്ല. എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്ന, എൻ്റെ വീടിൻ്റെ പണി നോക്കുന്ന ഇലക്ട്രീഷ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാഫർ, നമ്മുടെ ചങ്കാണ്. ഓൻ്റെ അടുത്ത് ഞാൻ പറയടാ ഇത്ര വില കൂടിയത് വേണോ വെച്ചാൽ ഞങ്ങളൊന്നും മിണ്ടാണ്ടിരുന്നായിരുന്നു, നല്ല സാധനം കിട്ടണം. ഇതിൻ്റെ മഞ്ചേരിയുള്ള വില എത്രയാണ്, പെരിന്തൽമണ്ണയുള്ള വില എത്രയാണ്, പാലക്കാട് ഇതാ വില, കോയമ്പത്തൂർ പോയാൽ എത്ര കിട്ടും. പക്ഷേ കോയമ്പത്തൂരൊക്കെ പോയി എടുക്കുന്ന സമയത്ത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും, ഒറിജിനൽ ഇങ്ങനെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അതിൻ്റെ ഏറ്റവും വില കുറവും അതേപോലെ തന്നെ നല്ല സാധനം എങ്ങനെ കിട്ടുക, എങ്ങനെ എടുക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന സത്യസന്ധരായിട്ടുള്ള ഒരുപാട് ഇലക്ട്രീഷ്യന്മാരുണ്ട്. അവരെന്നും ആക്ഷേപിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ഒരു നീചൻ, ഇതേപോലെ ഒരു ചെങ്ങായിനെ ഇത്ര പച്ചയ്ക്ക് പറ്റിച്ചിട്ട്, പൈസയും പറ്റിച്ച് ഏറ്റവും അവസാനം KCBയിൽ ഒറ്റും കൊടുത്തിട്ട് ആ പാവത്തിനെ വല്ലാത്തൊരു അവസ്ഥയിലാക്കിയിട്ട് കള്ളൻ എന്നുള്ള മുദ്ര കുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ അതിനെതിരെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ എന്താ അറിയോ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഏതൊരു സംഗതി ചെയ്യുമ്പോഴും അത് പ്രോപ്പറായിട്ടുള്ള വേല ചെയ്യുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രൊഫഷണൽ സേവനങ്ങളോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാസിം ബ്രോനെ വിളിക്കാവുന്നതാണ്. എഞ്ചിനീയർ ജാസിമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വിളിച്ചാൽ കിട്ടിയില്ല എന്നൊന്നും പറയരുത്. ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി മൂപ്പര് തരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് ഏതെങ്കിലും പാവങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പെട്ടുപോവാൻ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള കിടു വീഡിയോ കാണുന്നവരെ ബൈ.